السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സൂറത്തു യാസീനിലെ 52-ാമത്തെ ആയത്ത് മുതൽ 54-ാമത്തെ ആയത്ത് വരെയാണ്. ആദ്യം ഇത്രയും ആയത്തുകൾ നമുക്ക് ഒന്നിച്ചൊന്ന് ഓതണം. ശേഷം അതിലെ ചെറിയൊരു ആശയം വിവരിക്കണം. അവസാനം ഈ ആയത്തുകൾ തജ്വീദ് അനുസരിച്ചുള്ള പാരായണ രീതി പഠിക്കണം. എന്നാൽ നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം. മുമ്പൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ആയത്തുകളും 2 തവണ ഓതും. ആദ്യത്തെ തവണ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. രണ്ടാമത്തെ തവണ എൻ്റെ കൂടെ അതേപോലെ നിങ്ങളും ഓതണം. എന്നാൽ പാരായണത്തിലേക്ക് കടക്കാം. എല്ലാവരും സൂറത്തു യാസീനിലെ 52-ാമത്തെ ആയത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون. فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون. ഇത്രയും ആയത്തിലെ ചെറിയൊരു ആശയം നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞിരുന്നത് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ 1-ാം ഊത്ത്. ആ ഊത്തിൽ എല്ലാവരും മരിച്ചു വീണു, എല്ലാം നശിച്ചു. ശേഷം 40 വർഷത്തോളം അങ്ങനെ തന്നെ കിടക്കുന്നു. രണ്ടാമത് വീണ്ടും അതാ ഇസ്രാഫീൽ ഏൽപ്പിക്കപ്പെട്ട ആ കാഹളത്തിൽ ഊതുന്നു. എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. എല്ലാവരും അള്ളാഹുവിങ്കലിലേക്ക് അഥവാ മഹ്ശറിലേക്ക് അതാ അടുത്തു നീങ്ങുന്നു. ഇങ്ങനെ മഹ്ശറിലേക്ക് അള്ളാഹുവിങ്കലിലേക്ക് നീങ്ങുന്ന ആ കാഫിരീങ്ങൾ പറയുകയാണ്, قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. ആ കാഫിരീങ്ങൾ പറയുകയാണ്, ഖാലു യാ വൈലന, എന്തൊരു നാശം, ഞങ്ങളുടെ നാശമേ, മൻ ബഅസന മിൻ മർഖദിന, ഞങ്ങളെ ഈ സുഖനിദ്രയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചത് ആരാണ്? അത് വേണ്ടില്ലായിരുന്നു.
കാരണം ലിഅന്നഹും കാനൂ ബൈന നഫ്ഖതൈനി നായിമീൻ ലം യുഅദ്ദബൂ, അവർ ഈ രണ്ട് ഊത്തുകൾക്കിടയിൽ ഉറങ്ങുകയായിരുന്നു. ലം യുഅദ്ദബൂ, അവരെ ശിക്ഷിക്കപ്പെടുന്നില്ല. അങ്ങനെ അവർ സുഖനിദ്രയിലായിരുന്നു. ഈ ഉറക്കിൽ നിന്നും ഞങ്ങളെ ആരാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചത്? അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. ഹാദാ മാ വഅദർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹു താക്കീത് നൽകിയ കാര്യമാണിത്. വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാർ പറഞ്ഞത് സത്യമാണെന്നും അവർ അംഗീകരിച്ചു. ഇപ്പോഴാണ് അംഗീകരിച്ചത്, കാര്യമായില്ല. ഇപ്പോൾ അംഗീകരിച്ചിട്ട് കാര്യമില്ല. അഖറൂ ഹീന ലാ യൻഫഉഹുൽ ഇഖ്റാർ, ഇപ്പോൾ അവർ അംഗീകരിച്ചിട്ട് കാര്യമില്ല. അംഗീകാരം ഉപകാരം ചെയ്യാത്ത ആ നാളിൽ അവർ അംഗീകരിക്കുന്നു. ഇനി അംഗീകരിച്ചിട്ട് കാര്യമില്ല, ആ അംഗീകാരം സ്വീകരിക്കുകയും ഇല്ല. രണ്ടാം ഊത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദഹ فإذا هم جميع لدينا محضرون. സൂറിലൂതാൻ ഏൽപ്പിക്കപ്പെട്ട ഇസ്രാഫിൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ രണ്ടാമത്തെ ഊത്ത് ഊതാൻ വേണ്ടി നോക്കുകയാണ്. അതിനെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നു, ഇൻ കാനത്, ഇസ്രാഫീലിൻ്റെ ആ രണ്ടാമത്തെ ഊത്ത് അല്ല, ഇല്ലാ സ്വൈഹതൻ വാഹിദ, ഒരൊറ്റ ഗർജനം അല്ലാതെയല്ല, ഒരൊറ്റ ഗർജനം. ആ ഒരു ഗർജനം, ആ ഓരോ ഊത്തോടുകൂടെ അതാ ഫഇദാഹും ജമീഉൽ ലദൈനാ മുഹ്ദറൂൻ, ആ അട്ടഹാസത്തോടെ എല്ലാവരെയും നമ്മുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നതാണ്. എല്ലാവരും അല്ലാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും. فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون. فاليوم لا تظلم نفس شيئا, ഹിസാബിന് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെട്ട ഒരാളെയും ഒരു അക്രമവും കാണിക്കപ്പെടുകയില്ല. ഹിസാബിന് വേണ്ടി മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടിയാൽ അവിടെയുള്ള ഒരാളെയും ഒരു അക്രമവും കാണിക്കപ്പെടുകയില്ല. വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്തതിൻ്റെ പ്രതിഫലമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെടുകയുമില്ല. വേറെ ഒരാൾ ചെയ്ത തെറ്റിന് കുറ്റം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. നിങ്ങൾ ചെയ്തതിൻ്റെ കുറ്റമാണ് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾ ഏതൊരു നന്മ ചെയ്തോ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എന്തൊരു തിന്മ ചെയ്തോ ആ തിന്മയുടെ പ്രതിഫലം, അതിൻ്റെ ശിക്ഷയും നിങ്ങൾക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് ഇത്രയും ആയത്തുകൾ തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യുന്ന രൂപത്തിലേക്ക് നമുക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. ഇവിടെയുള്ള ഒന്നാമത്തെ പദം ഖാലു. പല ക്ലാസ്സുകളിൽ നാം പറഞ്ഞതാണ്, ഇവിടെയൊന്നും കാലു എന്ന് കാഫായി പോകാൻ പാടില്ല. ഖ എന്ന് തന്നെ പറയണം. ഖ നല്ല തഫ്ഹീമോടുകൂടെ തടിപ്പിച്ചുകൊണ്ട് തന്നെ ഉച്ചരിക്കണം. ഖാലു യാ വൈലനാ മൻ ബഅസനാ. മൻ സാക്കിന നൂനാണ്, ശേഷം ബ വന്നു. ഇങ്ങനെ സാക്കിന നൂനിനോ തൻവീനോ ശേഷം ബ വന്നാൽ എന്തു ചെയ്യണമെന്നായിരുന്നു നാം പഠിച്ചത്? ഇഖ്ലാബ് ചെയ്യണം. സാക്കിന നൂനിനെ അല്ലെങ്കിൽ തൻവീനെ മീമാക്കി മറിക്കണം, എന്നിട്ട് ഉച്ചരിക്കണം. മൻ ബഅസന, ഐനാണ്. ബഅസ സ ആണ്, ബഅസന എന്ന് സീനായി പോകാൻ പാടില്ല. മിൻ മർഖദിന, ഇവിടെയും നന്നായി മണിക്കണം. മിൻ മർഖദിന هذا ما وعد الرحمن. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മിൻ മർഖദിന ഹാദാ,
ഇവിടെയുള്ള ഈ നൂനിന് മുകളിൽ ചെറിയൊരു സീൻ എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ, അതെന്തിനാണ്? ഇവിടെ സക്കത്ത് ചെയ്യണം എന്നതിൻ്റെ മേൽ അറിയിക്കാനാണ്. എന്താ സക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരൽപ്പം അടങ്ങുക, ശ്വാസം വിടാതെ ശബ്ദത്തെ മുറിക്കുക. ഏതുപോലെ ശ്രദ്ധിച്ചു കേൾക്കൂ. മിമ്മർഖദിന ഹാദാ മാ വഅദർ റഹ്മാൻ. ഇങ്ങനെ നാം ഓതിശീലിക്കണം. നമ്മൾ സാധാരണ ഓതുന്ന സൂറത്താണല്ലോ ഈ സൂറത്ത് യാസീൻ. അപ്പോൾ നമ്മൾ ഈ ആയത്ത് ഒറ്റ ശ്വാസത്തിലേക്ക് ഓതുന്ന സമയത്ത് ഇങ്ങനെ തന്നെ ഓതി നാം പരിശീലിക്കുക. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن. ഇങ്ങനെ ഒറ്റ ആയത്തിൽ ഓതുമ്പോൾ, ഒറ്റ ശ്വാസത്തിലായിട്ട് ഓതുമ്പോൾ ഈ രൂപത്തിൽ ഓതിയിട്ട് നാം പരിശീലിക്കണം. هذا ما وعد هذا ما وعد عين ശ്രദ്ധിക്കണം. وعد الرحمن الرحمن وصدق المرسلون. സ്വാദാണ്, സീനായി പോവാൻ പാടില്ല. المرسلون. അടുത്ത ആയത്ത്. إن كانت إلا صيحة واحدة. إن كانت ഈ ഒരു പദം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ പലരും ഓതാറുള്ളത് കാനത്ത് തായില്, സുക്കൂനുള്ള തായില്, അങ്ങനെ ശക്തമായ കാറ്റ് കൊടുത്തുകൊണ്ടല്ല സുക്കൂനുള്ള താവ് ഉച്ചരിക്കേണ്ടത്. സീൻ എന്ന് പറയുന്ന ഹർഫിനോട് സാദൃശ്യമുള്ള രൂപത്തിൽ ഇങ്ങനെ ശക്തമായ കാറ്റ് കൊടുക്കരുത്. എങ്ങനെയാണ് ഇവിടെ ഓതുന്ന രൂപം? കാനത്ത് إلا صيحة واحدة. إلا صيحة صاد حاء واحدة فإذا هم جميع لدينا محضرون. فإذا هم جميع لدينا جميع عين അങ്ങനെ തന്നെ മൊഴിയണം. جميع لدينا محضرون. ആണ്, മുഹ്ളറൂൻ എന്നൊന്നുമല്ല. നമ്മുടെ ഈ ഖുർആൻ ക്ലാസ് കേൾക്കുന്നതോടുകൂടെ ഇത്തരത്തിലുള്ള എല്ലാ തെറ്റുകളും നാം തിരുത്തണം. അല്ലാതെ ഇങ്ങനെ ഇത് കേട്ടതുകൊണ്ട് മാത്രം കാര്യമായില്ല. فإذا هم جميع لدينا محضرون. അടുത്ത ആയത്ത്. فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون. فاليوم അങ്ങനെ തന്നെ മൊഴിയണം. فاليوم لا تظلم ആ ഒരു അക്ഷരം പ്രത്യേകം ശ്രദ്ധിക്കൂ. فاليوم لا تظلم. ഇവിടെ പലരും ഓതാറുള്ളത് തുളലമു എന്നാണ്. തുളലമു فاليوم لا تظلم نفس എന്നൊക്കെയാണ്. അങ്ങനെയല്ല, അവിടെ കൽക്കല കൊടുക്കരുത്. കൽക്കല കൊടുക്കാതെ لا تظلم നഫ്സു അങ്ങനെ തന്നെ മൊഴിയണം. നഫ്സുൻ മണിക്കണം. ഷൈഅൻ വല ഇവിടെ മുഖന്നത്ത് ചെയ്യണം, മണിക്കണം. വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. ഇല്ലാ മാ കുൻതും تعملون. فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.